ശബ്ദത്തിൽ വ്യത്യസ്തത സൃഷ്ടിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗമാവുകയാണ് ജിമ്മി വണ്ണപ്പുറം. സ്ത്രീ ശബ്ദത്തിൽ ഗാനങ്ങൾ ആലപിച്ചാണ് ഈ കലാകാരൻ ജനശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. തൊടുപുഴയിലെ ബാർ ജീവനക്കാരനും ഗായകനുമായ ജിമ്മിയുടെ വിശേഷങ്ങൾ അറിയാം. സംഗീതം ചെറുപ്പം മുതൽ ഇഷ്ടമായി കൊണ്ടു നടന്ന ജിമ്മിക്ക് സംഗീതം ശാസ്ത്രീയമായി പഠിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ കലാകാരന്റെ പാട്ടുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. പാതി ജീവൻ കൊണ്ടു ദേഹം വാഴ്ന്നു വന്നതോ, നീതി ജീവൻ എന്നെ പാത്തു പോതു വന്നതോ, ഏതോ സുഖം ഉള്ളോരുതേ ഏനോ മനം തള്ളാടുതേ, ഏതോ സുഖം ഉള്ളോരുതേ വിരൽകൾ തൊടുവാ വിതുമേ പിറവാ, മാവോടു കണ്ണുകൾ മൂടവാ മലരേ. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ശബ്ദം കൊണ്ട്, തൻ്റെ ശബ്ദത്തിലെ വ്യത്യസ്തത കൊണ്ട് സോഷ്യൽ മീഡിയകളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കലാകാരനാണ് ജിമ്മി വണ്ണപ്പുറം. ജിമ്മി ചേട്ടാ, എന്താ ചെയ്യുന്നേ? ഞാൻ ചെയ്യുന്നത് ബാറിലാണ് ജോലി ചെയ്യുന്നത്. തൊടുപുഴ. ഏത് ബാറിൽ? തൊടുപുഴ ജെമിനി ടൂറിസ്റ്റ് ഹോം. അവിടെ ബാർമാനായിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ ചേട്ടൻ 2 ശബ്ദത്തിൽ പാടിയിട്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാ ആ ഒരു ഫീൽഡിലേക്ക് വന്നത്? ഈ ഫീൽഡിലേക്കെന്ന് പറഞ്ഞാൽ ഞാൻ കലാപരമായിട്ടൊരു 10-20 വർഷത്തെ പഴക്കമുണ്ട്. ആദ്യമൊക്കെ മിമിക്രി ആയിരുന്നു, പിന്നീടാണ് പാട്ടിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അപ്പം നമുക്ക് സ്റ്റേജ് അവസരങ്ങളൊക്കെ കുറവായിരുന്നു അന്നത്തെ കാലത്ത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ വന്നതോടുകൂടി മൊബൈലിലെ ആപ്പുകൾ, സ്റ്റാർ മേക്കർ, സ്മൂള് അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പെട്ടെന്ന് ഒരു പാട്ട് പാടാനും ഒക്കെ ഒരു ധൈര്യം നമ്മുടെ റൂമിനകത്തിരുന്ന് കാണിച്ചത്. അങ്ങനെ പാടിയപ്പോഴാണ് ഞാൻ നോക്കിയപ്പം ആളുകൾ ശ്രദ്ധിക്കണമെങ്കിൽ ഒരു വെറൈറ്റി വേണം. അതുകൊണ്ടാണ് ഞാൻ ഫീമെയിൽ വോയിസ് തിരഞ്ഞെടുത്തത്. അത് ഞാൻ പ്രാക്ടീസ് ചെയ്തു. അത്യാവശ്യം ഒരു പാട്ട് പാടി ഞാൻ കൂട്ടുകാരെ കേൾപ്പിച്ചപ്പം അവർ പറഞ്ഞു കുഴപ്പമില്ല, ഒന്നുകൂടെ ക്ലിയർ ആക്കിയാൽ മതി എന്ന് പറഞ്ഞു. അത് വീണ്ടും ഞാൻ കേട്ട് ക്ലിയറാക്കി. അങ്ങനെ ഞാൻ പാടിയപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ 2-3 പാട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ എടുത്തിട്ട് കഴിഞ്ഞപ്പം ആദ്യമൊക്കെ നെഗറ്റീവ് കമൻറ്റൊക്കെ വന്നു, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഞാൻ പോസിറ്റീവായിട്ട് ഞാൻ എടുത്തു. വീണ്ടും ഞാനത് പ്രാക്ടീസ് ചെയ്ത് ഇട്ടു. അങ്ങനെ ഇപ്പം ആളുകൾ വ്യൂവേഴ്സ് വന്നു. അപ്പോൾ എനിക്ക് കോൺഫിഡൻ്റായി, ഇത് കുഴപ്പമില്ലാണ്ട് പോകുന്നു. അപ്പോൾ ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഇതിലേക്ക് വരുമ്പോൾ കുറേ പേര് സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയാണ് ആ വീഡിയോയിലേക്ക് എങ്ങനെ എത്തിയത്? ആ വീഡിയോയിലേക്ക് എത്തുന്നത് ഞാൻ ഈ ബാറിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മളിവിടുന്ന് കൗണ്ടറിൽ സാധനം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പാട്ടൊക്കെ പാടാറുണ്ട്. അങ്ങനെ പിന്നെ ഫ്ലവേഴ്സിൽ വന്നു, കോമഡി ദിവസം പരിപാടിക്ക് വന്നു. അതും അത്യാവശ്യം ആളുകൾ കണ്ടു, ഒത്തിരി പ്രോത്സാഹനമൊക്കെ ആയിരുന്നു. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് മണക്കാടിലെ ഒരു യൂട്യൂബറാണ് പ്രമോദ് ബാബു, പുള്ളി എന്നെ വിളിച്ചിട്ട് പോയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്താലെന്ന് ചോദിച്ചു. ഞാൻ ചേട്ടൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ഒന്ന് ഞാൻ മദ്യം ഒഴിച്ചുകൊണ്ട് കൊടുക്കണേക്കാർ ഞങ്ങൾ പാട്ട് പാടുന്നത് വീഡിയോ ചെയ്തു. അത് പെട്ടെന്ന് അങ്ങോട്ട് വൈറലായി. അതൊരു 3 മില്യൺ വ്യൂവേഴ്സ് വരെ എത്തി. അതോടുകൂടി എനിക്ക് എല്ലാവരും നമ്മളെ അറിയാൻ തുടങ്ങി. അപ്പോൾ ഫ്ലവേഴ്സിൽ വന്നതിന് ശേഷമാണ് ഈ വീഡിയോ വൈറലാവുന്നത്. അപ്പോൾ ഒരു മെയിൻ സ്ട്രീം മീഡിയയിൽ കിട്ടിയതിനേക്കാളും അംഗീകാരം സോഷ്യൽ മീഡിയയിൽ കിട്ടിയോ? സോഷ്യൽ മീഡിയ കിട്ടി. അത് ഭയങ്കര ഒരു ഗുണം ചെയ്തു എനിക്കത്. അത് ഒത്തിരി ആളുകൾ കഴിക്കാൻ വരുമ്പോഴും ഞാൻ അറിയാത്ത ഒത്തിരി ആളുകൾ വന്നിട്ട് നമ്മളോട് കൈ തരുന്നു, പാട്ടൊന്ന് പാടാവെന്ന് ചോദിക്കണു. അങ്ങനെ ഒത്തിരി ആളുകൾ അങ്ങനെ വരുന്നുണ്ട്, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആൾക്കാർ. അപ്പോൾ ഈ ഫ്ലവേഴ്സിൽ വന്നു, സോഷ്യൽ മീഡിയയിൽ വൈറലായി. അപ്പോൾ പിന്നീട് കിട്ടിയ അംഗീകാരങ്ങൾ അല്ലെങ്കിൽ ഷോസ് അങ്ങനെ എന്താ? എനിക്ക് പിന്നെ തൊടുപുഴ തന്നെ ടിനി ടോമും പ്രചോദൊക്കെ സംഘടിപ്പിച്ചിട്ട് പരിപാടി, അത് മംഗളത്തിൻ്റെ 50ാം വാർഷികം. നല്ലൊരു വേദിയായിരുന്നു അത്. അവിടെ എന്നെ വിളിച്ചു, അവരുടെ കൂടെ ഒരു പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചു. അതുപോലെ ഒത്തിരി കല്യാണ പരിപാടികൾ, അങ്ങനെ ഒത്തിരി പരിപാടികൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ BJPയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു വണ്ണപ്പുറത്ത്. ചീഫ് ഗസ്റ്റ് PC ജോർജ് സാറായിരുന്നു. ആളുടെ മുമ്പിൽ വെച്ച് ഞാനിങ്ങനെ ഫീമെയിൽ വോയിസിൽ പാടി. അപ്പോൾ ആളെന്നോട് ചോദിച്ചു, ഇത് എവിടെ നിന്നാണ് ഈ ശബ്ദം വന്നതെന്ന് ചോദിച്ചു എന്നോട്. അപ്പോൾ ഞാൻ ചിരിച്ചു. അതിൻ്റെ പുള്ളി ചെയ്തതെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അവിടെ കിട്ടിയ പൊന്നാട എന്നെ പുള്ളി അണിയിച്ചു. എന്നിട്ട് ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ചിട്ടാണ് പുള്ളി പോയത്. അത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. അതുപോലെ പല പ്രേം നസീർ ടെസ്റ്റ് എന്നെ വിളിച്ച് ആദരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പഠിച്ച എൻ്റെ സ്കൂള് എന്നെ വിളിച്ച് ആദരിച്ചു. അങ്ങനെ ഒത്തിരി പ്രോത്സാഹനങ്ങൾ കിട്ടുന്നുണ്ട്, ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സംഗീതം പഠിച്ചിട്ടില്ലല്ലോ, അപ്പോൾ ഇനി അത് പ്രൊഫഷണലായിട്ട് പഠിക്കണം, ഇതൊരു പ്രൊഫഷനായിട്ട് കൊണ്ടുപോകണം, അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ടോ? പ്രൊഫഷണലായിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ജോലിയുണ്ട്, അതിൻ്റെ കൂടെ തന്നെയാണ് ഞാനിത് കൊണ്ട് നടക്കുന്നത്.
പിന്നെ എൻ്റെ ബാറിലെ മാനേജ്മെൻറ്റിനാണെങ്കിലും മുതലാളിമാരാണെങ്കിലും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകരാണെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ്. എനിക്ക് പ്രോഗ്രാംസ് വരുമ്പോൾ മുതലാളികളെല്ലാം പറയും പൊക്കോ കുഴപ്പമില്ല, അവർ അഡ്ജസ്റ്റ് ചെയ്യും അവർ. അങ്ങനെയൊക്കെ പോകും. ഒരു സംഗീതത്തിൻ്റെ ഇടയ്ക്കൂടെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ടൈമാണ്, ജോലിയും എല്ലാം കൂടെ ആകുമ്പം ടൈമും കിട്ടുന്നില്ല. എന്നാലും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പഠിക്കാനുള്ളൊരു പ്രാരംഭഘട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ സംഗീതമൊക്കെ ഇനി പഠിക്കാൻ ഉള്ള ഇതില്ല. അപ്പോൾ കൂട്ടുകാരുടെ സപ്പോർട്ട് പറഞ്ഞു, സഹപ്രവർത്തകരുടെ സപ്പോർട്ട് പറഞ്ഞു, ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയാണ്? ഈ ഒരു ഫാമിലി ഫുൾ സപ്പോർട്ടാണ്. ആദ്യമൊന്നും വലിയ ഇതില്ലായിരുന്നു. അമ്മയ്ക്കാണെങ്കിലും ഇതിനെക്കുറിച്ച് അറിയില്ലല്ലോ. ഈ സോഷ്യൽ മീഡിയ എന്നാന്ന് വെച്ചാൽ നമ്മുടെ അമ്മമാർക്കൊന്നും അറിയില്ലല്ലോ. അപ്പം ടി വിയിലൊക്കെ വന്നു, ആൾക്കാർ കണ്ടു, അങ്ങനെയൊക്കെ വെച്ചപ്പോൾ അമ്മച്ചിയൊക്കെ ഭയങ്കര സപ്പോർട്ടായി. പിന്നെ ഞാൻ പാടുമ്പോൾ അമ്മച്ചി വന്ന് കേട്ടിരിക്കും. വൈഫാണെങ്കിലും മക്കളാണെങ്കിലും മക്കൾ എൻ്റെ കൂടെ ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഇരുന്ന് അവർ കൂടെ പാടും ഇരുന്നിട്ട്. അതുപോലെ വൈഫാണെങ്കിലും ആദ്യമൊന്നും വലിയ സപ്പോർട്ടല്ലായിരുന്നു. ഇപ്പം ആളിവിടെ ഇല്ല, ആൾ ഇസ്രായേലിലാണ്. എന്നാലും ആൾ നല്ല സപ്പോർട്ടാണ്. കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകണു. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടി തരൂ? തീർച്ചയായിട്ടും പാടാം. ഞാനിപ്പോൾ പാടാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ ഒത്തിരി ആളുകൾ മരിച്ചു. അതുപോലെ അവിടെ അമ്മമാർ മരിച്ചുപോയ ഒത്തിരി കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് വേണ്ടി ഞാനൊരു പാട്ട് പാടാം. പഴയൊരു പാട്ടാണ്, എസ് ജാനകിയമ്മയുടെ പാട്ടാണ്. ഇതുവരെ എസ് ജാനകിയമ്മ പോലും വേറൊരു ഗായിക പോലും ഈ പാട്ട് സ്റ്റേജിൽ പാടിയിട്ടില്ല. അപ്പോൾ വളരെ പോപ്പുലറായ ഗാനമാണ്, അത് പാടാം. വഴിമരങ്ങൾ നിന്നരുളാൻ തണലേകി നിൽക്കുമെന്നമ്മ പറഞ്ഞു. ഒഴുകി വരും പുഴകളെല്ലാം ഓശാന പാടുമെന്നമ്മ പറഞ്ഞു. വ്യാകുലമാതാവേ ഈ ലോകമാതാവേ, നീ എൻ്റെ അമ്മയെ തിരികെ തരൂ, തിരികെ തരൂ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ജിമ്മി ചേട്ടൻ്റെ പാട്ടുകൾ കേട്ടു, വിശേഷങ്ങൾ അറിഞ്ഞു. ചേട്ടൻ ഇനിയും ഒരുപാട് പ്രൊഫഷണലായിട്ടും പേഴ്സണലായിട്ടൊക്കെ ഒരുപാട് അംഗീകാരങ്ങൾ തേടി വരട്ടെ, ഒരുപാട് അവസരങ്ങൾ തേടി വരട്ടെ. ക്യാമറമാൻ അലക്സ് ബിനോയ്ക്കൊപ്പം മെഹ്റു, V1 ന്യൂസ്. വരമാംഗല്യം ചന്ദ്രമുഖി വധുവായി നീ സ്വർണ്ണമയി, ശുഭമീ ബന്ധം ധന്യരാഗം Maharani Wedding Collections, the classic bridal world.